ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബാബരി മസ്ജിദ് ബംഗാളിൽ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. അത് അബദ്ധമാണെന്ന് പാർട്ടി പറയുന്നു. അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാളെ പുറത്താക്കിയ അയാൾ ബാബരി മസ്ജിദിന് ശിലയിടുന്നു. ആ ശിലയിടുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കുന്നു. എവിടുന്നാണ് ഈ പൈസ? സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു പ്ലോട്ട് ബിൽഡ് ചെയ്യുകയാണ്. ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻസ് BJPക്ക് പുതിയ കാര്യമല്ല. എനിക്കിതിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നുന്ന ഒന്ന്, അത് പിടിക്കണമെന്ന് TMC തീരുമാനിക്കുന്നു. കാരണം അല്ലെങ്കിൽ അയാൾ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ മണ്ടന്മാരാണ് ഇവിടുത്തെ, ആ മുസ്ലിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, മുസ്ലിം വോട്ട് ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളെ പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നു TMC. എന്നിട്ട് അയാളെ പൊളിക്കാൻ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുന്നു. അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു, എക്സ്പോസ്ഡ് ആവുന്നു. എടുത്ത പണി ചെറുതല്ലല്ലോ. അല്ലാതെ കേവലം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയല്ല, തീർക്കാൻ തീരുമാനിക്കുന്നു, അതിനുള്ള പണിയെടുക്കുന്നു. അതായത് കേന്ദ്ര ഏജൻസി വന്നിട്ട് TMCയുടെ അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന ഐപാക്കിൻ്റെ ആഫീസിൽ കയറി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ നേരം ഇത് മോശമാണ്, ഇത് ചെയ്യരുത് എന്ന് അവിടെ ഇരുന്ന് ആഫീസിൽ ഇരുന്ന് പ്രസ്താവന ഇറക്കുകയല്ല. മമതാ ബാനർജി നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ഐപാക്കിൻ്റെ ഓഫീസിൽ വരുന്നു, ഫയൽ അവരെടുത്തുകൊണ്ടങ്ങ് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നില്ല എന്ന മട്ടിൽ. അതാണ് ബംഗാളിൽ ആവശ്യമുള്ള രാഷ്ട്രീയം. കാരണം ചോദിച്ചാൽ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ചെയ്യേണ്ട പണി ഈ മൊമെൻറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു പോവുകയും തോറ്റു പോവുകയും ചെയ്യുന്ന അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് BJP ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതൊരു TMC ഇസ് എ മുസ്ലിം ലീഗ് 2.0 പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാനാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് സ്ഥാപിക്കാനാണ്. എന്നിട്ട് ഇവരുടെ റാലികൾ എടുത്ത് നോക്കുക, ഈ BJP നടത്തുന്ന റാലികൾ നോക്കിയാൽ ആ റാലികളിലൊക്കെ ഹിന്ദു ഭായ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ഹിന്ദുക്കളും ഭായ്മാരാണ്, മറ്റേത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ റാലിയെ കടത്തുമ്പോൾ റാലിയിൽ ഈ ഇസ്രായേലിൻ്റെ കൊടിയൊക്കെ പറത്തും. അതിനകത്ത് ഭയങ്കര പ്രകോപന സ്വഭാവമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യും. മസ്ജിദുകളുടെ മുമ്പിൽ വന്ന് ഈ പാട്ടുകൾ ഉറക്കെ DJ വെറുപ്പ് പാട്ടുകൾ വെക്കും. പരമാവധി പ്രകോപനം ഉണ്ടാക്കുകയാണ്. പോട്ടെ, SIR എടുക്കാം. SIRൽ 85 to 90 lakhs 90 ലക്ഷം ആളുകളെയാണ് വെട്ടിയത്. ആ വെട്ടിയതിൽ മമതാ ബാനർജി പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ, അതിർത്തി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെട്ടിയത്. അതും പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ ചെന്നു കുപ്പായം ഇട്ടുണ്ട്. നോക്കൂ, സുപ്രീം കോടതി നോക്കുമ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ വരികയാണ് കുപ്പായം ഇട്ട് കേസ് പറയാൻ. കോടതി അതിന് സീരിയസ് ആയി എടുക്കേണ്ടി വന്നല്ലോ. സോ അതാണ് ഞാൻ പറയുന്നത്, അവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം ഹേറ്റ്, മുസ്ലിം അപരത്വം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ വന്നാൽ ഹിന്ദു പ്രൈഡിനും ഹിന്ദു ഐഡൻറ്റിറ്റിക്കും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പോവാണ് എന്ന് സുഗന്ധി അധികാരി എന്ന് പറഞ്ഞ അവിടുത്തെ BJP നേതാവ് പ്രഖ്യാപിക്കുന്നത്.